നരേന്ദ്രമോദി ഒരു വർഗീയവാദിയായിട്ട് തോന്നുന്നുണ്ട്. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. തോന്നുന്നുണ്ടോ? എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. നിനക്ക് കൊലക്ക് കൊടുത്തേ. അല്ല ഏതായാലും വന്നതല്ലേ, അതിരിക്കട്ടെ, ഒരു കോംപ്ലിമെന്റ്. പാസ്. ചേച്ചി നിലപാട് പറയാ ചേച്ചി. അതെ, പുറത്തിരുന്ന് ചെവി അടിക്കാനുള്ള യുവമാരുടെ ഒക്കെ പണി. കോൺഗ്രസ് ഓർ മുസ്ലിം ലീഗ്? താനേ എനിക്ക് മനസ്സിലായി. കോൺഗ്രസ്. മുസ്ലിം ലീഗിന് ഒരു മത അടിസ്ഥാനത്തിലുള്ള ഒരു പാർട്ടിയായിട്ട് തന്നെ ചേച്ചി കണക്കാക്കുന്നു അല്ലേ? ഒരുമാതിരി കഴപ്പണം കെട്ട വർത്താനം പറയില്ലേട്ടാ. എവിടുന്ന് വന്നടാ ഇവനൊക്കെ? പറയച്ചു നിങ്ങൾ തല. അതെ, ഓ എന്നോട് നീ ആജ്ഞാപിക്ക. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. LGBTQ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഈ ആദില നൂറ. അത് ശ്രദ്ധിച്ച രണ്ടുപേരും ശ്രദ്ധിച്ചായിരുന്നോ? ഒരു മാറ്റവും ഇല്ലല്ലോ. വിവരമുള്ള എന്തെങ്കിലും പറഞ്ഞു കൊടുക്കടാ പോലം കെട്ടവനെ. അവർ ഇന്ന് ഫൈസൽ മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യവസായി തൻ്റെ വീടിൻ്റെ പാലുകാച്ചലിന് വന്നത് ഞാൻ ക്ഷണിച്ചിട്ടല്ല എന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ഇതൊക്കെ എന്തിനാ ഇവിടെ വിളമ്പണേ? അതായത് ഫൈസൽ മലബാർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് അവര് കടന്നു ചെന്നത് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? സമൂഹത്തിന് ഒരു മോശം മെസ്സേജാണ് കൊടുക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തി. എന്നിട്ട് ഞാൻ ഈ ന്യൂസ് അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ചേച്ചി അല്ല, ഇതിന്റെ യാഥാർത്ഥ്യം അത് നിനക്ക് എങ്ങനെ അറിയാം? ഈ ഐവാച്ചം പോലും ഇപ്പൊ എവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയാമാവാ. നീ പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിക്കണമെന്നില്ലല്ലോ. അതല്ല ഉദ്ദേശം. ഞാൻ കാണിക്കട്ടെ. നീ പറയണ എല്ലാം ഞാൻ അങ്ങ് വിശ്വസിക്കണം. ജനസംസാരം അങ്ങനെയാ. ഇത് യാഥാർത്ഥ്യമാണ്. കള്ളം പറയുവോ ചേച്ചിയുടെ മുമ്പിൽ? ഇംപ്രഷൻ ഉണ്ടാക്കാൻ പോയിട്ട് ഞാനിപ്പോ കംപ്രഷനിലായല്ലോ. നീ പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിക്കണമെന്നില്ലല്ലോ. ഞാൻ കാണിക്കട്ടെ. നീ പറയണ എല്ലാം ഞാൻ അങ്ങ് വിശ്വസിക്കണം. ഗോപാൽജിക്ക് എന്നെ തീരെ വിശ്വാസമില്ല. എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസം ഇല്ലാത്തതായി ഉള്ളൂ. ഇത് യാഥാർത്ഥ്യമാണ്. കള്ളം പറയുവോ ചേച്ചിയുടെ മുമ്പിൽ? ഇനി ഇത് പറഞ്ഞാണ്ടല്ലോ വീണ്ടും നീ വെച്ചേരും. അതൊരു ക്യാമറയുടെ മുമ്പിൽ ഞാൻ ഇന്നല്ലേ കാണുന്നേ. അതാണ്. ഇന്ന് കാണുന്ന എന്നാലും 2 മണിക്കൂർ കൊണ്ട് ചേച്ചി എന്നെ മനസ്സിലാക്കില്ലോ ചേച്ചി. ഇവൻ നമ്മൾ നാളെ കെടുത്തുന്നോണേട്ടാ. ഇവനെ കൊന്നാല വിഷമമുണ്ട് കേട്ടോ എനിക്ക്. പറഞ്ഞപ്പോരെ എന്തിനു ദേഷ്യപ്പെടണേ? വിട്ടുകളിയാണ് നിന്നെ. കുന്നോളുണ്ട് കേട്ടോ സങ്കടങ്ങള്. 10 വർഷമായാലും ഞാൻ വിശ്വസിക്കും. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? Thank you.